ഒത്തിരി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിച്ച് തൻ്റെ ആയുസ്സിൻ്റെ നല്ല സമയത്ത് തന്നെ തനിക്ക് വേണ്ടതൊക്കെ പേരും പെരുമയും പ്രശസ്തിയും അനുഗ്രഹിക്കപ്പെട്ട കുടുംബവും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ മനുഷ്യനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഒക്കെ അസൂയ തോന്നുന്ന അങ്ങനെ ഒരു മനുഷ്യൻ. ആ മനുഷ്യനുണ്ടായിരുന്നതൊക്കെ നശിപ്പിച്ച്, ആ മനുഷ്യൻ്റെ ആരോഗ്യത്തെയും നശിപ്പിച്ച്, കേൾക്കുന്നവരുടെയും അറിയുന്നവരുടെയും വായിലെ പാട്ടാക്കി ആ മനുഷ്യൻ്റെ ജീവിതത്തെ പിശാച് മാറ്റുന്നു. ആ പിശാച് കാണുക തന്നെ ആ മനുഷ്യൻ്റെ ജീവിതത്തെ വിശാലമാക്കി അവൻ്റെ ഇന്നലകളെക്കാൾ അവൻ്റെ നാളെ അനുഗ്രഹമാക്കി മാറ്റിയ ദൈവപ്രവൃത്തിയുടെ ഒരു അത്ഭുത സാക്ഷ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നത്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. നമുക്കിന്നും ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനും നല്ലവനുമായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കി. പ്രിയരെ, ഈ സമയം നമ്മൾ ദൈവസന്നിധിയിൽ ദൈവനാമത്തിൽ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമായി മാറും. ആ ഭക്തനെ പോലെ നിങ്ങൾക്കുണ്ടായിരുന്ന പലതും ഇന്നലകളിൽ നഷ്ടപ്പെട്ടിരിക്കാം. ശത്രുവായവൻ മതിൽ പൊളിച്ച് അകത്ത് കടന്ന് അകത്തുണ്ടായിരുന്ന പലതും എടുത്തുകൊണ്ട് പോയിരിക്കാം. അതിൽ നിങ്ങളുടെ സന്തോഷങ്ങളുണ്ടാകാം, നിങ്ങളുടെ നന്മകളുണ്ടാകാം, നിങ്ങൾ ചേർത്ത് വെച്ച സ്വത്ത് വകകളുണ്ടാകാം, നിങ്ങളുടെ തൊഴിലുണ്ടാകാം, നിങ്ങളുടെ കുടുംബമുണ്ടാകാം. പലതും ശത്രു അങ്ങനെ കൊണ്ടുപോയിരിക്കാം. നഷ്ടപ്പെട്ടവരായാണ് നിങ്ങൾ ഈ സമയം എനിക്കൊപ്പമായിരിക്കുന്നത്. എന്നാൽ ഈ കഷ്ടതയുടെ സമയത്ത്, ഈ നഷ്ടപ്പെടലിൻ്റെ സമയത്ത് നിങ്ങൾ ചേർത്ത് നിർത്തിയിരിക്കുന്ന യേശു ഉണ്ടല്ലോ. നിങ്ങളുടെ വിശ്വാസത്തിനൊത്തവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ആ നഷ്ടപ്പെട്ടതിനൊക്കെ തിരികെ നൽകും. ഒന്നുപോലും അല്പം പോലും കുറയാതെ. അതൊരു പക്ഷേ ഒരു ലോക മനുഷ്യനായി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ശേഷം നമ്മൾ കാണുന്ന, നമ്മൾ അറിയുന്ന ലോകത്തിലുള്ള മനുഷ്യർക്ക് അവർ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ കഷ്ടതയിലായിരിക്കുന്നു, ഈ കഷ്ടത കുറേ കൂടെ ഇങ്ങനെ തുടരും, പിന്നെ അത് അധികരിക്കും, പിന്നെ നമ്മളൊന്നുമില്ലാത്തവരായി തീരും. അങ്ങനെയല്ലേ ലോക മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളുടെ ചിന്തയിലെത്താത്ത വിധത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് ഭക്തൻ്റെ സാക്ഷ്യം. അതായത് നിങ്ങളുടെ സാക്ഷ്യമായി മാറുന്നത് അത് തന്നെ. അപ്പോൾ അതിലേക്ക് ഭക്തനെ നടത്തിയ 3 കാര്യങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നഷ്ടപ്പെടലുകളിൽ തന്നെ അവസാനിച്ച് നിങ്ങളുടെ ജീവിതം അവിധത്തിൽ നശിച്ചു പോകുവാൻ ഇടവരത്തില്ല. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, ആ ഭക്തൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേട്ടോ. ഭക്തൻ ഇയ്യോബാണ്. നിങ്ങൾ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും, ഇയ്യോബാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ 3 കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഒന്ന്, ഇയ്യോബ് ഒരു ഭക്തനായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നാം, ദേവദാസനെ ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് ഞാൻ തരാം. ഇയ്യോബ് ഒരു ഭക്തനായിരുന്നു. 2, ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായേക്കാം എന്ന തിരിച്ചറിവ് ഇയ്യോബിനുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 3, ഒപ്പമുള്ളവരെ നോക്കിയല്ല ഇയ്യോബ് തൻ്റെ വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെ ലഭിച്ച വിടുതലാണ് നമ്മൾ സാക്ഷ്യമായി ചിന്തിച്ചു തുടങ്ങിയത്. ദൈവം പിശാച് നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഇന്നലകളിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞതൊക്കെ തിരികെ നൽകി, അല്ലെങ്കിൽ ഇരട്ടിയായി. ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഇരട്ടിയായി തിരികെ നൽകി ഇയ്യോബിനെ മാനിക്കുവാൻ ഇടയായി തീർന്നത് ഈ 3 സ്വഭാവ വിശേഷങ്ങൾ ഇയ്യോബിനുണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇയ്യോബിൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചത്? അത് ആ അനുഗ്രഹിച്ച വചനം, അതൊരു വചനമാണ്. വചനമായതുകൊണ്ട് തന്നെ ആ വചനത്തിനൊരു ജീവനുണ്ട്. ആ വചനം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ആ ജീവൻ പ്രാപിച്ച് നമ്മൾ മുൻപോട്ട് പോകും. അപ്പോൾ ആ വാക്യം ഞാൻ വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 12-ാമത്തെ വാക്യം. പലർക്കും കാണാപാഠമാണ്, എങ്കിലും ഇന്ന് ഒരിക്കൽ കൂടെ. ഇയ്യോബിൻ്റെ പുസ്തകം 42:12. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അതിന് താഴേക്ക് ഒത്തിരി കണക്കെന്ന് വെച്ചാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തീർന്നില്ല. ആ നഷ്ടപ്പെട്ടു പോയതിൽ ഒന്നുപോലും കുറയാതെ, അല്ല, ഇരട്ടിയായി തിരികെ നൽകിയതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ പോലും ദൈവം വില കുറച്ച് കാണുന്നില്ല. താങ്ക് യു ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ വില കുറച്ച് കാണുന്നുണ്ടായിരിക്കാം, അതങ്ങ് പൊയ്ക്കോട്ടെ. പക്ഷേ നിങ്ങളൊരു ഭക്തനായതുകൊണ്ട്, അതെ, നിങ്ങളൊരു ഭക്തയായതുകൊണ്ട് അതിനെ ദൈവം വില കുറച്ച് കാണുന്നില്ല. ആ ഓരോന്നിനും കണക്കുണ്ട്. ദൈവം ആ കണക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. എന്തിനെന്നറിയാമോ?
അത് തിരികെ തരുവാൻ. അല്ലാതെ നിങ്ങളെ കാണിച്ച് നിങ്ങളെ സങ്കടപ്പെടുത്തുവാനല്ല. ലോകം കണക്കെടുപ്പ് നടത്താറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ഉണ്ടായിരുന്ന പലതിനെയും അവർ ഓർത്തു വയ്ക്കും. നഷ്ടപ്പെട്ട ആ വേദനയിൽ നമ്മളായിരിക്കുമ്പോൾ വന്ന് ചോദിക്കും, അവിടെ ജോലി ഉണ്ടായിരുന്നു, നല്ല ശമ്പളമായിരുന്നു, അയ്യോ നഷ്ടപ്പെട്ടു പോയില്ലേ, എന്നാലും കഷ്ടമായിപ്പോയി. നമ്മളൊന്ന് മറന്നു വരികയായിരുന്നു അല്ലേ? ഓർമ്മിപ്പിച്ച് വേദനിപ്പിക്കും. ദൈവം ഓർമ്മിപ്പിച്ച് വേദനിപ്പിക്കുവാനല്ല, മറിച്ച് ഇരട്ടിയായി തിരികെ തന്ന് സന്തോഷിപ്പിക്കുവാൻ അത് ഓർത്തു വയ്ക്കുന്നു. ദൂതാണേ സഹോദര സഹോദരി. ആ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഉണ്ടായിരുന്നു 2 നിലകളിലുള്ള വേദനയോടെ ഈ മെസ്സേജിനൊപ്പം എന്നെ കേൾക്കുന്നവർ ആയിരിക്കുന്നത്. 1, ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. 2, ഇല്ല വേണ്ടതാണ് പക്ഷേ ഇല്ല. ഈ 2 നിലകളിൽ വേദനപ്പെട്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ടായിരിക്കുക. അതെ, നിങ്ങൾ സന്തോഷിക്കുവാനുള്ളത് കർത്താവ് തരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. നഷ്ടപ്പെട്ടു പോയവർക്ക് പറഞ്ഞ് കരഞ്ഞ് എത്ര കരഞ്ഞാലും കരഞ്ഞ് തീരാത്ത വിധത്തിൽ അത് വേദനയാണ്. നല്ല ജോലി വളരെ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് ഭക്തരായതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് കിട്ടിയതാ അല്ലേ? എത്ര പേർ പ്രാർത്ഥിച്ചിട്ടാ ആ ജോലി കിട്ടിയല്ലേ? പ്രാർത്ഥിച്ച് കിട്ടിയതാ. അവിടെ കഠിനാധ്വാനം ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. മറ്റാരും അനുഭവിക്കാത്ത, ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എല്ലാവരും പറയുന്നത്, ഓ നിനക്ക് അവിടെ ജോലിയുണ്ട്, ആ രാജ്യത്ത് നീ സന്തോഷമായിട്ട് ജീവിക്കുന്നു, നീയൊക്കെ രക്ഷപ്പെട്ടു പോയി. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. നല്ല ആഹാരമില്ല, നല്ലൊരു റൂമില്ല, 6-7 പേർ ചേർന്ന് ഒരു റൂമിനകത്ത് സ്ഥലം സ്പെൻഡ് ചെയ്ത്, ഒരു സ്വാതന്ത്ര്യമില്ലാതെ, ഭാര്യയെ കാണുവാൻ കഴിയാതെ, മക്കളെ കാണുവാൻ കഴിയാതെ, പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയാതെ വല്ലാതെ ഞെരുങ്ങി അയ്യോ ചിലത് പ്രാപിച്ചു. ആ പ്രാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തുടക്കങ്ങളുണ്ടാക്കി, ചില പുതിയ തുടക്കങ്ങളുണ്ടായി അല്ലേ? അതൊരു സന്തോഷമാണ്. വീട് വയ്ക്കാൻ തുടങ്ങി, വസ്തു വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്തു, മക്കളെ ആ കോഴ്സിന് ചേർക്കുവാൻ, അവരെ അങ്ങനെ ആക്കി തീർക്കുവാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം, അതിലേക്കുള്ള കാൽവയ്പ്, ചിട്ടി കെട്ടുവാൻ തുടങ്ങി. അയ്യോ സന്തോഷമാണ്. നമ്മളിങ്ങനെ സ്വപ്നം കണ്ടു, ഒരു 4-5 വർഷം കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആകും. ഒരു 10-12 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇതെല്ലാം വിട്ടിട്ട് നാട്ടിൽ പോയി സെറ്റിലാകണം, സന്തോഷത്തോടെ ജീവിക്കണം. പക്ഷെ പെട്ടെന്ന് എല്ലാം ഉണ്ടായിരുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് പിശാച് എൻട്രി ആയതുപോലെ, പിശാച് എന്തിനാ ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ? ഇയ്യോബിൻ്റെ വിശേഷം അന്വേഷിച്ച് പോകാനല്ല, മറിച്ച് ഇയ്യോബിനുള്ളതിനെയൊക്കെ നശിപ്പിച്ച് കളയുവാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇയ്യോബിനെ കുറിച്ച് പറയുന്നവരും കേൾക്കുന്നവരും ഒക്കെ അസൂയയോടെ അത് ചെയ്തുകൊണ്ടിരുന്നേ. കേൾക്കുന്നവർക്കും അസൂയ, അയ്യോ അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? പറയുന്നവർക്ക് അസൂയയോടെ അവർ പറയുന്നു, അയ്യോ അവൻ ഇതൊക്കെ ഉണ്ട്, മക്കളുണ്ട്, നല്ല മക്കളാ, സഹോദരങ്ങളുണ്ട്, കടലിൽ സമ്പത്തുണ്ട്, വയലിൽ സമ്പത്തുണ്ട്, അവൻ്റെ വീട് കണ്ടില്ലേ, അയ്യോ ഊസ് എന്ന ഞങ്ങളുടെ ദേശത്തിലെ ഏറ്റവും പ്രമുഖനായവനാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, അടിസ്ഥാനം മറ്റൊന്നുമല്ല, ക്രിസ്തീയ ജീവിതമാണ്. ഭക്തനാണ് ഇയ്യോബ്. ഭക്തനായിരുന്നത് കൊണ്ട് തന്നെ അവന് ധാരാളമായി ഉണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഭക്തരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകും. ഓ അമേൻ. നിങ്ങൾക്ക് വേണ്ടത് മറ്റുള്ളവർക്ക് അസൂയയോടെ നിങ്ങളെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകും. ആരെങ്കിലും അങ്ങനെ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയാത്തവരായി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഭക്തനായി മാറുക, കർത്താവിനൊപ്പം ചേർന്ന് നിൽക്കുക. ധാരാളമായിട്ട് അസൂയയോടെ മറ്റുള്ളവർക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ആ ജീവിതത്തിലേക്ക് പിശാച് കടന്നു വന്ന് എല്ലാത്തിനെയും നശിപ്പിച്ചു അല്ലേ? എല്ലാം പോയി, ജോലി പോയി, ലോൺ അടയ്ക്കുവാൻ കഴിയുന്നില്ല, വീട്ടിൻ്റെ പണി പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ല, വീടില്ലാതിരുന്ന നാളുകളിൽ അനുഭവിച്ചതിനേക്കാളും അധികം പരിഹാസവും നിന്നയും ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നു. അറിയുന്നവരും കേൾക്കുന്നവരും ഒക്കെ അയ്യോ വല്ലാത്ത അവസ്ഥയാണ് അല്ലേ? അങ്ങനെ ഭാരപ്പെട്ടായിരിക്കുക. നിന്റെ സങ്കടത്തിന് കർത്താവ് അറുതി വരുത്തുക. ആ ഇന്നലകളുണ്ടല്ലോ, കൺമുമ്പിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോയത്, ഒന്നൊന്നായി നഷ്ടപ്പെട്ടു പോയത് അല്ല, ശത്രുവായവൻ പലരിലൂടെ എടുത്തുകൊണ്ടുപോയ അതൊക്കെ ഒന്നുപോലും കുറയാതെ കർത്താവ് തിരികെ തരുവാൻ പോകുക. യെസ്, വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ നിന്ന് ശത്രു കവർന്നു കൊണ്ടുപോയത്, പിശാചും അവൻ്റെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നവരെ കവർന്നു കൊണ്ടുപോയത് ഒന്നുപോലും കുറയാതെ ഇരട്ടിയായി തിരികെ വരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. നീ നിന്റെ ഭാവിയിൽ ഉണ്ടാകുമെന്ന് കണ്ടതിൻ്റെ ഇരട്ടി, ഒരല്പം പോലും കുറയാതെ ഇരട്ടിയായി തരുന്ന ഒരു ദൈവം. ആമേൻ. എൻ്റെ വാക്കല്ല, ഓ താങ്ക് ഗോഡ്, എൻ്റെ വാക്കല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ വാക്ക്. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുക. ആമേൻ. ഒത്തിരി ആയ ദൈവദാസനെ ശ്രമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ
കിട്ടിയിട്ടില്ല, ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ലക്ഷ്യം വെക്കുന്നത് കിട്ടിയിട്ടില്ല, നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല, ആഗ്രഹിക്കുന്ന ശമ്പളം കിട്ടുന്ന ജോലി ഇല്ല, കിട്ടിയിട്ടില്ല, ആ രാജ്യത്തിൽ കടന്നു പോകുവാൻ കഴിഞ്ഞിട്ടില്ല. ഞെരുങ്ങി ആയിരിക്കുന്ന ആ സ്ഥാനത്തിരുന്ന് ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ രാജ്യത്ത് കടന്നു പോകണം, അവിടെ ഇങ്ങനെ ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി കുറച്ചുകൂടെ വിശാലത ഉണ്ടാകണം. പക്ഷെ അത് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന പലതും തുടങ്ങുവാനും കഴിയുന്നില്ല. താങ്ക് ഗോഡ്. ഒരിടത്ത് തുടങ്ങി പൂർത്തീകരണമില്ല, ഒരിടത്ത് ആഗ്രഹിക്കുന്നതൊന്നും തുടങ്ങുവാൻ കഴിയുന്നില്ല. നീ ആഗ്രഹിക്കുന്നത് ചെയ്ത് പൂർത്തീകരിക്കുവാൻ വേണ്ടത് കർത്താവ് നിന്റെ കരങ്ങളിൽ നൽകുക. അതിന് തക്കവണ്ണമുള്ള ജോലി. യെസ്, പ്രാർത്ഥിക്ക്. ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദരി പ്രാർത്ഥിക്ക്. ആ രാജ്യത്ത് കടന്നുപോയിട്ടും നന്മയായി അനുഗ്രഹമായി നിന്റെ ജീവിതം മാറുമെന്ന് പ്രതീക്ഷിച്ച് നീ ആ രാജ്യത്ത് കടന്നുപോയി. എന്നിട്ടും ഒരു ഗതിയും പിടിക്കാതെ, യെസ് അത് തന്നെ, ഒരു ഗതിയും പിടിക്കാതെ ആയിരിക്കുന്ന നിന്നോട് തന്നെയാ സ്തോത്രം, ചിലത് തുടങ്ങുവാൻ പോകുക. നീ ചില സ്തോത്രം, നിന്റെ ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുവാൻ അതിന് തക്കവണ്ണമുള്ളത് എൻ്റെ കർത്താവ് നൽകി മാനിക്കുവാൻ പോവുക. ആമേൻ. ദൂതാണേ സഹോദരി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കർത്താവ് തന്നു. നല്ല സ്നേഹനിധിയായ ഭർത്താവിൻ്റെ വീട്ടുകാർ, ബന്ധുക്കൾ എല്ലാം ആ ലൈഫ് ഇങ്ങനെ സന്തോഷമായിട്ട് മുമ്പോട്ട് വരുന്നു. പെട്ടെന്ന് ഇടിയോടുകൂടി മഴ പെയ്തു എന്ന് പറയുന്നത് പോലെ പിശാചായവൻ വേലി പൊളിച്ച് അകത്ത് വന്നു. ഭർത്താവിന് ഇപ്പോൾ സ്നേഹമില്ല, വിളിച്ചാൽ മിണ്ടാട്ടമില്ല, ഒരുമാതിരി മരപ്പാവ പോലെയാണ് വീട്ടിനകത്ത് വന്നാൽ. പഴയ സ്നേഹവും ഊഷ്മളതയും ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മോളെ എന്ന് ചേർത്ത് പിടിച്ചവരൊക്കെ മോളെ എന്ന് വിളിക്കുന്നതിന് മുമ്പേ മറ്റു പലതും കൂടെ ചേർത്ത് വിളിച്ച് കാതുകളെ മരവിപ്പിച്ച് കളയുന്നു, ഹൃദയത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കുന്നു, ശത്രുക്കളായി മാറിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോയി. കണ്ട സ്വപ്നങ്ങളൊക്കെ വാടി കരിഞ്ഞ് അയ്യോ എന്തായിത്തീരും, എൻ്റെ ജീവിതം എന്തായിത്തീരും, വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുക. ആരെപ്പോലെ എന്നെ ഒരിക്കലും ഒരു സഹോദരി വിളിച്ചു കേട്ടോ. ഏകദേശം 2 വർഷത്തിലധികമായി ആ സഹോദരി ഒത്തിരി നാളായി വല്ലാതെ വേദനപ്പെട്ട് ആ വേദന പുറത്താരോടും പറയാതെ ഉള്ളിൽ ഒതുക്കി കഴിയുകയായിരുന്നു. എന്നാൽ സമീപ ദിവസങ്ങളിൽ എന്നെ വിളിക്കുന്നതിന് അടുത്ത ദിവസങ്ങളിൽ ആ വേദന വല്ലാതെ അധികരിച്ചു. ആ സഹോദരിയുടെ വേദന ഇതാണ്. ആ സഹോദരി പറഞ്ഞു, ദേവദാസനെ, എന്നെ വിവാഹം കഴിച്ചത് ഒരു ഗൾഫുകാരനാണ്, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു പരിമിതികളുമില്ലായിരുന്നു. നല്ല സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിനകത്താണ് ഞാൻ വന്നു കയറിയത്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. അതിനേക്കാളുപരി എൻ്റെ ഭർത്താവാണ് ആ വീട്ടിലൊരു കാരണവർ. സഹോദരങ്ങളുടെ എല്ലാ കാര്യവും നോക്കുന്നത്, അവരെ കെട്ടിച്ചു വിടുന്നത് എല്ലാം എൻ്റെ ഭർത്താവായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവസാനം നാളുകളിലേക്ക് വന്നപ്പോൾ, അതായത് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയ നാളുകളിലേക്ക് വന്നപ്പോൾ സഹോദരങ്ങൾക്കൊക്കെ എല്ലാമായി. പക്ഷേ ഈ സഹോദരന് ഒന്നും ആകുവാൻ പറ്റിയില്ല. ഒരു ചൊല്ലില്ലേ, കൊടുക്കുന്നവൻ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. പുള്ളി എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ കൊള്ളാമായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടാത്ത സമയം വന്നു. പുള്ളി കൊടുക്കുന്നതൊന്നും അല്ല എന്നുള്ള നിലയിലേക്ക് പുള്ളി കൊടുത്തത് കൊണ്ട് തന്നെ തൻ്റെ സഹോദരങ്ങളൊക്കെ മാറി. പിന്നെ അറിയാമല്ലോ എന്ത് സംഭവിക്കുമെന്ന്. പിന്നെ കുത്തുവാക്കുകളായി, പരിഹാസമായി, ഭയങ്കര ഗൾഫുകാരൻ്റെ ഭാര്യ. ഈ സഹോദരി കേൾക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പോഴും കുടുംബ വീട്ടിനകത്ത് കിടക്കുക, ഇതുവരെ ഒരു വീട് വയ്ക്കാൻ കഴിഞ്ഞില്ല, അതിനൊക്കെ കാര്യപ്രാപ്തി വേണം. അയ്യോ, ആ സഹോദരി ചിന്തിച്ചു, അതേ കാര്യപ്രാപ്തി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കാറായത്. പക്ഷെ പുറത്ത് പറഞ്ഞില്ല. ആ പ്രശ്നം അധികരിക്കുവാനായി തുടങ്ങി. അവരുടെ മകൾ നഴ്സിംഗ് പഠിക്കുവാനായി കടന്നു പോയിരുന്നു. അവൾ തിരിച്ചു വന്നു. അപ്പോഴാ പ്രശ്നം പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് പോകാനായി തുടങ്ങിയത്. ആ മോക്ക് പുറത്ത് ഹാളിൽ ഇറങ്ങി ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്നു കഴിഞ്ഞാൽ TV കണ്ട് അല്പസമയം ഇരുന്നാൽ ഉടനെ അകത്തുനിന്ന് പരിഹാസ സ്വരം വരും. രാജകുമാരി കാലു നീട്ടിയിരിക്കുക, ഇനി ഞങ്ങളെല്ലാം വന്ന് അപ്പോൾ നിങ്ങൾക്ക് പറയണ്ടല്ലോ. അങ്ങനെ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അമ്മയോടുള്ള വാക്കുകളൊക്കെ, കഠിന വാക്കുകളൊക്കെ കേട്ടു ഉള്ളം കൊണ്ട് കരഞ്ഞു തീർത്തു. പക്ഷെ മകളെക്കുറിച്ച് പറയുമ്പോൾ സഹിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ എന്തു ചെയ്യാൻ കഴിയും? ആ സഹോദരി പ്രഷർ ഫാമിലിയിലേക്ക് പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിച്ചു. ഞങ്ങൾ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നിങ്ങൾക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്തത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത് 4 പേരുടെ മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ളൊരു ഈറ്റുനോവാണ്. താങ്ക് ഗോഡ്. ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴുണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, അതുപോലുള്ള വേദനയാണ്.
ആ സഹോദരി വിശ്വാസത്തോടെ ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ സഹോദരിയുടെ മകൾക്ക് ജോലി കിട്ടി. ഒരു വിദേശ രാജ്യത്ത് UK-യിൽ മോൾ ജോലിക്കായിട്ട് പോയി. വെറും 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കടം വാങ്ങിയും അപ്പന് ഉണ്ടായിരുന്നതും സഹോദരിയുടെ ആഭരണങ്ങളും അതെല്ലാം കൂടെ പണയം വെച്ചും വിറ്റുമൊക്കെ അവർ സ്വന്തമായിട്ടൊരു വീട് വാങ്ങി. ഇപ്പോൾ സഹോദരൻ തിരികെ വന്നു, സന്തോഷമായി സ്വന്തം ഭവനത്തിൽ പാർക്കുന്നു. മീൻസ് ആ ഇല്ലായ്മയുടെ പേരിൽ ശത്രു അവരെ പരിഹസിച്ചു, നിന്ദിച്ചു, അപമാനിച്ചു. ഫലമോ ദൈവം അവർക്ക് വേണ്ടത് നൽകി അവരെ മാനിച്ചു. ആ സാക്ഷ്യം ഇന്ന് ആവർത്തിക്കുവാൻ പോവുക. അത് എൻ്റെ സാക്ഷ്യമാണ്. ഏറ്റെടുക്ക്, പ്രാർത്ഥിക്ക്. താങ്ക് യു ലോർഡ്. ചിലതില്ലാത്തത് കൊണ്ട് നിന്നയും അപമാനവും സഹിച്ചായിരിക്കുന്നവർ അത് പ്രാപിക്കുവാൻ പോവുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. കുടുംബജീവിതങ്ങൾ തകർന്ന് കരഞ്ഞായിരിക്കുന്നവർ അത് തിരികെ പ്രാപിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, ആമേൻ. സഹോദരൻ, നിന്റെ ഭർത്താവ് തിരികെ വരിക. സഹോദരൻ, നിന്റെ ഭാര്യ തിരികെ വരിക. അത് മുഖാന്തരമാണ് നീ നിന്നെ അനുഭവിക്കുന്നത്, വേദന അനുഭവിക്കുന്നത്. അത് തിരികെ തന്ന് കർത്താവ് നിന്നെ മാനിക്കുവാൻ പോവുക. ചിലരുടെ സങ്കടം ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നില്ല. ചിലർക്ക് വിവാഹം കഴിഞ്ഞു, പക്ഷേ ആഗ്രഹിച്ചതുപോലെയുള്ള ഭർത്താവല്ല, ആഗ്രഹിച്ചതുപോലെയുള്ള ഭാര്യയല്ല, ആഗ്രഹിച്ചതുപോലെയുള്ള ഭർത്താവിനെ കിട്ടുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ഭാര്യയെ കിട്ടുന്നില്ല, ആഗ്രഹിച്ചതുപോലെയുള്ള മക്കളല്ല. ഇങ്ങനെ പല നിലകളിൽ ആഗ്രഹിച്ചതുപോലെ കിട്ടാത്തത് കൊണ്ട് സന്തോഷത്തിൻ്റെതായ പുതിയ തുടക്കങ്ങൾക്ക് കഴിയുന്നില്ല. സങ്കടപ്പെട്ടായിരിക്കാം. നീ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമാക്കി, അതെ, നിന്റെ സ്വപ്നങ്ങളിലുള്ളതിനേക്കാൾ അപ്പുറമുള്ള ഭർത്താവാക്കി നിന്റെ ഭർത്താവിനെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യെസ്, ഇന്നത്തെ അവസ്ഥ നോക്കണ്ട. സ്തോത്രം. ആ മദ്യത്തിൻ്റെ പേര് ചേർത്ത സഹോദരി നിന്റെ ഭർത്താവിനെ ആൾക്കാർ വിളിക്കുന്നേ അല്ലേ? ആ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോവുകയാണ്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്നിട്ട് പ്രാർത്ഥിച്ചോളണേ. യേശുവിൻ്റെ പേര് ചേർത്ത് അവൻ അറിയപ്പെടാൻ തുടങ്ങിയാലോ? മാതാവേ, യേശുവിൻ്റെ പേര് ചേർത്ത് നിങ്ങളുടെ മക്കൾ അറിയപ്പെടാൻ തുടങ്ങിയാലോ? ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. താങ്ക് യു ലോർഡ്. സ്തോത്രം. ആ പേര് മാറട്ടെ. ആ മദ്യത്തിൻ്റെ പേര് മാറട്ടെ. മദ്യപാനി എന്ന പേര് മാറട്ടെ. കുടിയൻ എന്ന പേര് മാറട്ടെ. തല്ലുകാരൻ എന്ന പേര് മാറട്ടെ. കലഹക്കാരൻ എന്ന പേര് മാറട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അല്ലേ മാതാവേ, പിതാവേ, എല്ലാം നല്ല മക്കളാ, നല്ല രീതിയിൽ വളർന്നു വന്നതാണ്. നല്ല പഠിക്കും. അവർ പഠിക്കുന്ന ആ സ്കൂളിൽ, കോളേജിൽ അവർ ഓക്കെയാ. എല്ലാവർക്കും അവരെക്കുറിച്ച് പറയാനുള്ളൂ. അങ്ങനെ സന്തോഷമായിട്ടിരുന്നതല്ലേ. PTA മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഫ്രണ്ടിലിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും. അയ്യോ, കാരണം പറയുന്നത് മുഴുവൻ എൻ്റെ മക്കളെക്കുറിച്ചാ. എല്ലാവരും അസൂയോടെ ഇങ്ങനെ നോക്കും. ടീച്ചേഴ്സൊക്കെ ലാസ്റ്റ് പറഞ്ഞു നിർത്തും. ഇതുപോലെ ആ പിള്ളേരെ കണ്ടുപഠിക്കണം, അവരെങ്ങനെയാണ് മക്കളെ വളർത്തുന്നത്. പക്ഷെ ഇന്ന് PTA മീറ്റിങ്ങിന് പോകത്തില്ല. അഥവാ പയ്യ പുറകെ ഏറ്റവും ബാക്കിൽ പോയി ഒളിച്ചു നിൽക്കും. സങ്കടമായി. ഇന്നലകളിൽ കേട്ട നല്ല വാക്കുകൾ എല്ലാം പോയി. അത്ര ഒന്നും വേണ്ട. ഇവരെക്കുറിച്ചുള്ള പരാതി കേൾക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കാൻ വേണ്ടി പഠിച്ചാൽ മതിയായിരുന്നു. നീ ഒരുപാട് അങ്ങ് വേണ്ടെന്ന് വെച്ചു. പക്ഷെ കർത്താവ് ഒന്നും മറന്നിട്ടില്ല. കർത്താവ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറേ നിനക്കുണ്ടായിരുന്നു, കുറേ തരുമെന്നല്ല. നോക്കി, 12 ഇയ്യോബിൻ്റെ പുസ്തകം 42:12 നമ്മൾ വായിച്ചതിന് ശേഷം പകുതിയിൽ ഇങ്ങനെയാ പറയുന്നത്. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 ഏർക്കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. ഈ കണക്കിൻ്റെ പകുതി ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ നേർ പകുതി നഷ്ടപ്പെട്ടു. അവിടെയും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയുമാണ് നഷ്ടപ്പെട്ടത് എന്ന്. വെച്ചാൽ ദൈവം കണക്ക് സൂക്ഷിക്കുന്നു. നിന്റെ തലമുറകളുടെ ജീവിതം മാറും. പ്രിയ അമ്മേ, നിങ്ങളുടെ മക്കളുടെ ജീവിതം മാറും. പ്രിയ പിതാവേ, നിങ്ങളുടെ മക്കളുടെ ജീവിതം മാറും. ഇന്നത്തെ തകർച്ച മാറും. ഇന്നത്തെ പരാജയം മാറും. ഒന്നും ആകുവാൻ കഴിയാതെ ഒതുങ്ങിപ്പോയ ആ അവസ്ഥ മാറും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. നിന്റെ തലമുറകൾ പുറത്തു വരിക. ആമേൻ. ആ ബന്ധനം അഴിയുക, ആ കെട്ടുപൊട്ടുക. പരാജയത്തിൽ അവരെ തളച്ചിടുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ, മധ്യത്തിൽ അവരെ തളച്ചിടുന്ന മോശം കൂട്ടുകെട്ടുകൾ തളച്ചിടുന്ന, ഒതുക്കി കളയുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോവുക. ആമേൻ. പ്രാർത്ഥിക്കേ. ആമേൻ. ദേവദാസനെ, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ
ഞാൻ പണ്ടും ഇപ്പോഴും PTA മീറ്റിങ്ങിൽ ബാക്കിൽ ഒളിച്ചു നിൽക്കുക. എൻ്റെ പിള്ളേർ അങ്ങനെ തന്നെ. അവരെ കൊണ്ട് നല്ലതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. സങ്കടമല്ലേ? നീ നല്ലത് കേൾക്കുവാൻ പോകുക. ആ ബേക്കിൽ പതുങ്ങി നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് മുൻപിലേക്ക് വരുവാൻ പോകുക. ആ കല്യാണ വീട്ടിൽ പോയാൽ, ആ ബന്ധു വീട്ടിൽ പോയാൽ, മരണ വീട്ടിൽ പോയാൽ, എവിടെ പോയാലും പതുങ്ങി ഒളിച്ചു നിൽക്കുക. കാരണം മക്കളത്ര ഫേമസാ. ഓ സ്തോത്രം. ഫേമസ് എന്ന് പറഞ്ഞത് നല്ല നിലയിലുള്ള അതല്ല, പ്രശസ്തിയല്ല, കുപ്രശസ്തിയാ. അത് മാറുവാൻ പോകുക. നല്ലത് പറയുവാൻ പോകുക. അവരുടെ ജീവിതം മാറുവാൻ പോകുക. എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥിക്ക്. നിൻ്റെ തലമുറകളുടെ ജീവിതത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഓ താങ്ക് യു ലോർഡ്. അതിനെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ ആഗ്രഹിക്കുന്നതില്ല, നീ ആഗ്രഹിക്കുന്നതിനപ്പുറമായിട്ടുള്ളത് തരുവാൻ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഒരിടത്ത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഇരട്ടി കൊടുക്കും. അടുത്ത് നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടി തരും. ഓ ആമേൻ. ആരോഗ്യം തിരികെ വരിക. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം ഇപ്പോൾ പഴയ പോലെ ഒന്നിനും പറ്റുന്നില്ല. ആരോഗ്യമില്ല, നഷ്ടപ്പെട്ടു പോയി. ഒരു ക്ഷീണമാണ്. എന്തും ചെയ്യുവാൻ, എങ്ങോട്ട് പോകുവാനും ഒക്കെ ഉണ്ടായിരുന്ന ആ പ്രസരിപ്പ്, ഉത്സാഹം എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ക്ഷീണമാണ്. ഭയപ്പെടുന്നുണ്ട്. നീ സൗഖ്യമാകുക. പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ. ഓ താങ്ക് യു ലോർഡ്. കർത്താവ് സൗഖ്യമാക്കുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച്, ആ ക്ഷീണമുള്ളവർ തലമേൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക. ഓ താങ്ക് യു ലോർഡ്. ആ ആരോഗ്യവും പ്രസരിപ്പും കളിയും ചിരിയും തിരികെ വരിക. നിൻ്റെ മക്കൾക്ക്, നിനക്ക്, ഓ നിൻ്റെ മാതാപിതാക്കൾ, അവർ ഇനിയും ചിരിക്കുന്നത് നീ കാണും. അമ്മേൻ. വേദന തിന്നായിരിക്കുന്ന നിൻ്റെ മാതാവ്, നിൻ്റെ പിതാവ്, അവരിനിയും ചിരിക്കുന്നത്, ചിരിച്ച് സന്തോഷിക്കുന്നത്, അവരുടെ ചിരി ഇനിയും നിൻ്റെ ഭവനത്തിനകത്തുണ്ടാകും. ചിരിക്കുവാനുള്ളത്, സന്തോഷിക്കുവാനുള്ളത് എൻ്റെ കർത്താവ് നിൻ്റെ ഭവനത്തിനകത്ത് തരും. ആ കടം കയറി മുടിഞ്ഞ ആ അവസ്ഥ മാറുന്നേ. ആ ബാധ്യതയുടെ അവസ്ഥ മാറും. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു. സന്തോഷവും സമാധാനം എല്ലാം നഷ്ടപ്പെട്ടു. കടം മാത്രമേ ഉള്ളൂ. കടക്കാരനിലേക്ക് വഴിമാറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഇരട്ടിയായി തന്ന് ആ കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം കർത്താവ് നിന്നെ ആളാക്കി മാറ്റും. ആമേൻ. അതെ. അപ്പോൾ അങ്ങനെ ആകുവാൻ യോബ് ഇങ്ങനെ എണ്ണി യോബിൻ്റെ ജീവിതത്തിൽ ദൈവം എല്ലാം തിരികെ കൊടുത്തു. അത് തിരികെ പ്രാപിക്കുവാൻ യോബിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ 3 കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ. ഒന്നാമത്തേത്, യോബ് ഒരു ഭക്തനായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നും, എന്താ ദേവദാസൻ ഇങ്ങനെ പറയുന്നു? ഞങ്ങൾ ഭക്തരാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പ്രാർത്ഥനയോടെ ഈ വചന സന്ദേശത്തിന് മുമ്പിലായിരിക്കുന്നത്. അല്ല, ഈ പ്രശ്നത്തിനൊപ്പം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഭക്തിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ യോബിനുണ്ടായിരുന്നത്. യോബ് പ്രശ്നമൊന്നും ഇല്ലാതിരുന്നപ്പോഴും ഭക്തനായിരുന്നു. സ്വതവേ യോബ് ഒരു ഭക്തനായിരുന്നു. ബേസിക്കലി യോബ് ഒരു ഭക്തനായിരുന്നു. ആമേൻ. അതാണ് ദൈവം നോക്കുന്നത്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന പലരും അത്ര വലിയ പ്രശ്നത്തിലൊന്നും ആയിരിക്കത്തില്ല. പ്രശ്നമുണ്ട്, എങ്കിലും കുഴപ്പമില്ല, ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ സമയം വലിയ പ്രശ്നത്തിൽ നിങ്ങളായിരിക്കുന്നത് പോലുള്ള, നിങ്ങളൊരു വലിയ പ്രശ്നത്തിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വിശ്വാസ ജീവിതം മുമ്പോട്ട് പോകുന്നത്, പ്രാർത്ഥനാ ജീവിതം മുമ്പോട്ട് പോകുന്നത്? എപ്പോഴും പ്രാർത്ഥന, എപ്പോഴും ഉപവാസം. അയ്യോ ഞാൻ എന്ത് ചെയ്യും? ആൾക്കാർക്കൊക്കെ ഇവളിതെന്താ വാലി തീ പിടിച്ച പോലെ, ഇതെന്താ? അതെ, അങ്ങനെ ഒരു വെപ്രാളം ഉണ്ടല്ലോ. പ്രാർത്ഥിച്ചാൽ പോരാ, ഇനിയും പ്രാർത്ഥിക്കണം. ഉപവസിച്ചാൽ പോരാ, ഇനിയും ഉപവസിക്കണം, ഇനിയും. അത് തന്നെ എല്ലാം ഉള്ള സമയത്ത് തന്നെ ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ഒരു തീഷ്ണത, ഒരു എരിവ്, ഇത്ര പ്രാർത്ഥിച്ചാലും മതി വരാത്ത. അയ്യോ, റെഡിയാണോ? ഇതെപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. പ്രശ്നം വരുമ്പോൾ, രോഗം വരുമ്പം, കടം വരുമ്പം, ദാരിദ്ര്യം വരുമ്പം, മക്കൾ വഴിതെറ്റി പോകുമ്പോൾ മാത്രമല്ല, സന്തോഷമായി നമ്മൾ ഇരിക്കുമ്പോഴും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കണം, ഈ ഒരു തീഷ്ണത ഉണ്ടായിരിക്കണം. ദൈവത്തോട് ചേർന്ന്, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ. അയ്യോ, ഒന്ന് ചിന്തിച്ചേ. ആ ഒരു തീഷ്ണത, അതിനൊരു ഗുണമുണ്ട്, പറഞ്ഞുതരാം. നമ്മൾ ഭയങ്കര കഷ്ടത്തിലായിരിക്കുമ്പം നമുക്ക് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. പക്ഷേ അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ കഷ്ടം, ആ കഷ്ടം മുഖാന്തരം നമ്മൾ അനുഭവിക്കുന്ന പല പ്രഷറുണ്ട്. ഇപ്പോൾ കടമാണ് പ്രശ്നം. നിങ്ങളൊന്ന് വിചാരിച്ചോ, കഷ്ടത കടമാണ്. അപ്പോൾ കടം തരുന്നൊരു പ്രഷറുണ്ട്. നിരാശ, അപമാനം, ഇതൊക്കെ നമ്മളെ വല്ലാതെ ബാധിക്കും.
അപ്പോൾ നമുക്ക് ചിലപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒന്നും കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പോഴാണ് പ്രൈസർ ഫാമിലിയെ പോലെ ഒരു ശക്തമായൊരു പ്രാർത്ഥന കൂട്ടായ്മയുടെ ആവശ്യം നിങ്ങൾക്കുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രഷറാണ്, അതിനകത്തൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷേ സന്തോഷമുള്ള സമയത്ത് ഇങ്ങനെ ഒരു പ്രഷറും ഇല്ല, നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ അടിച്ചു പൊളിച്ച് നടക്കണം കേട്ടോ, സന്തോഷമായിട്ടിരിക്കണം. അതിനൊപ്പം തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കുറച്ചുകൂടെ. ഇപ്പോൾ എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളിങ്ങനെ ചിന്തിക്കണം, ഇല്ല എനിക്ക് കുറച്ചുകൂടെ ദൈവത്തോട് നടക്കണം, കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, കുറച്ചുകൂടെ ആരാധിക്കണം, ഇങ്ങനെ ഒരു ദാഹം. മനസ്സിലായില്ലേ? അപ്പോൾ ബേസിക്കലി യോബ് ഒരു ഭക്തനായിരുന്നു. ബേസിക്കലി നിങ്ങളൊരു ഭക്തനായിരിക്കുക, എല്ലായ്പ്പോഴും നിങ്ങൾ ഭക്തരായിരിക്കുക. പ്രശ്നം വരുമ്പോഴല്ല, പ്രശ്നം മാറുമ്പോഴും മാറിയാലും ഇല്ലെങ്കിലും എല്ലായ്പ്പോഴും നിങ്ങളൊരു ഭക്തനായിരിക്കുക. ആ ഭക്തൻ്റെ ജീവിതമാണ്, ആ ഭക്തൻ്റെ ജീവിതത്തിലെ നാളെയാണ് ഇന്നലകളെക്കാൾ ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നത്. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യോബ് ഭക്തനായിരുന്നു. 2 യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. യോബിൻ്റെ ജീവിതത്തിൽ യോബിനൊരു തിരിച്ചറിവുണ്ട്. ഞാൻ ഭക്തനായിരിക്കുന്നത് കൊണ്ട് ഞാൻ ഓക്കെയാണ്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ എല്ലാം ഓക്കെയാണ്. അങ്ങനെയല്ല, പിന്നെ വീഴ്ചകളുണ്ടാകാം എന്ന തിരിച്ചറിവ്. പലപ്പോഴും ഒരു വിശ്വാസികളായിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്, ഒരു സമയം കഴിയുമ്പോൾ ഞാൻ ഭക്തനാണല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നവളാണല്ലോ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും വരത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുകളും ഉണ്ടാകത്തില്ല. പ്രിയരെ, അതാണ് നിഗളം. മനസ്സിലായില്ലേ? നമ്മളെല്ലാം ചെയ്യുന്നു, എല്ലാം ഓക്കെ ആണെന്ന് ചിന്തിക്കുന്നതാണ് നിഗളം. കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ ഒരു ഉപമയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിലായിരിക്കുന്നു. ആ ദേവാലയത്തിലേക്ക് 2 പേര് കടന്നു വരുന്നു. ഒരുവൻ പരീശൻ, ഒരുവൻ ചുങ്കക്കാരൻ. അപ്പോൾ പരീശൻ കടന്നു വന്നിട്ട് വലിയ വായിൽ കണക്ക് നിരത്തുകയാണ്. ഞാൻ പതാരം കൊടുക്കുന്നുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാത്തിലും കിട്ടുന്നതിൽ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അയ്യോ, യേശു അവസാനം ചെവി പൊത്തി, ഇവനെ കൊണ്ടൊരു നിവർത്തിയില്ല. അപ്പോൾ അങ്ങ് പെർഫെക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ട് പോയി. അവൻ പോയി, വന്നതുപോലെ പോയി. നിങ്ങളവിടെ വായിച്ചു നോക്കുക, വന്നതുപോലെ പോയി. പക്ഷേ ചുങ്കക്കാരൻ ഒരുത്തൻ വരിക, അവൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ തലകുനിച്ച് നിലവിളിച്ച് കരഞ്ഞ് അവിടെ കിടന്ന്. യേശു അവനിങ്ങനെ അന്തം വിട്ട് നോക്കണം. അയ്യോ, ടാക്സ് കളക്ടറായി. ചുങ്കക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പുച്ഛമാണെങ്കിലും പുള്ളി വലിയ ആളാ, ടാക്സ് കളക്ടറാ, ഗവൺമെൻറ്റിൻ്റെ ആളാ. ഒരുത്തം വന്നത് ആ കരച്ചിലും പിഴിച്ചിലും. ഈ പരീക്ഷണക്കാലും പേരും പെരുമയും പ്രശസ്തിയൊക്കെ പറയാനുള്ള ചുങ്കക്കാരനാണ്. പക്ഷെ അവൻ വന്ന് കിടന്ന് കരയുക. വചനം പറയുന്നു അവൻ നീതീകരിക്കപ്പെട്ട് മടങ്ങി. അല്ല, ആ നീതീകരണത്തിൻ്റെ ഫലമായി അവനെ ഉയർത്തിയെന്ന്. തന്നെത്താൻ അവൻ താഴ്ത്തിയപ്പോൾ യേശോബൻ പറയുക അവനെ ഉയർത്തി. അമേൻ. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ ആണെന്ന് ഒരു ചിന്ത നമുക്കുണ്ടെങ്കിലും നമ്മൾ ആ സത്യം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറവുകൾ ഉണ്ടാകാം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വാക്കുകളിൽ തെറ്റിപ്പോകാം, നമ്മുടെ നോട്ടത്തിൽ, ചിന്തയിൽ, നിരൂപണത്തിലൊക്കെ തെറ്റുകൾ കടന്നു വരാം. അപ്പോൾ എന്ത് ചെയ്യണം? അനുതപിക്കണം, നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ്. അപ്പോൾ യോബ് എന്താ ചെയ്യുന്നത്? മക്കൾ അകത്ത് വരുമ്പോൾ അവർ പാപം ചെയ്തിരിക്കാം എന്ന് ഹൃദയത്തിൽ നിരൂപിച്ച്, ചെയ്തെന്നല്ല, ചെയ്തിരിക്കാം, തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം, എൻ്റെ വാക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, എൻ്റെ ചിന്തയിൽ ഉണ്ടായിരിക്കാം, നിരൂപണത്തിൽ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് ഹോമയാഗം കഴിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അനുതപിക്കണം, നമ്മൾ നമ്മുടെ കുറവുകളെ ഏറ്റു പറയണം. നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പേ യാഗം നടത്തപ്പെട്ടിട്ടുണ്ട്. ആ യാഗരക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാമെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. 3, ഒപ്പമുള്ളവരെ നോക്കിയിട്ടല്ല യോബ് തൻ്റെ വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്. നോക്കി, 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ യോബിൻ്റെ ഭാര്യ വന്നിട്ട് യോബിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നീ നിൻ്റെ ദൈവത്തെയും തള്ളി പറഞ്ഞ് ചത്ത് കളയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട സാഹചര്യം എന്തായിരിക്കും? ഇത്രയും പ്രശ്നം കടന്നു വന്നിട്ട് മക്കൾ മരിച്ചു, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, ആടുമാടുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. ഇത്രയും ഉണ്ടായിട്ടും യോബ് വിശ്വാസത്തിൽ ഉറച്ചു വയ്ക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക. ഇത് കണ്ടിട്ടാണ് യോബിൻ്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാത്തത്. ആമേൻ. ഇത്രയും പ്രശ്നം വന്നു, എന്നിട്ടും ഇവൻ പ്രാർത്ഥന, വിശ്വാസം, ആരാധന എന്ന് പറഞ്ഞ് നിൽക്കുക. ഇതാ നിങ്ങളുടെ ജീവിതത്തിലും എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം. വലിയ പ്രശ്നത്തിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ഒപ്പമുള്ളവർ, അതൊരു പക്ഷേ നിങ്ങളുടെ മക്കളാകാം, ഭർത്താവാകാം, ഭാര്യയാവാം, കൂട്ടുകാരാകാം, ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, കൂടെ ജോലി ചെയ്യുന്നവരാരും ആകാം. അവർ വന്നിട്ട് എന്താ പറയുന്നത്? ഇത്രയും പ്രശ്നം വന്നിട്ടും അവൻ്റെ ഒരു ദൈവം, നശിച്ച ദൈവം, നീ തള്ളിക്കളഞ്ഞിട്ട് പോയി ചാവ് അങ്ങനെ പറയുക. പക്ഷെ യോബിൻ്റെ ഭാര്യയെ നോക്കിയല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നത്. പ്രിയരെ, ലോകം എന്ത് പറയുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ എന്ത് സംഭവിക്കുന്നു, അത് നോക്കിയല്ല.
നിങ്ങളുടെ വിശ്വാസ ജീവിതം നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകണം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ ദൈവം, ഒരു അമ്മയെപ്പോലെ എന്നെ മാറോട് ചേർത്ത് അപ്പനെപ്പോലെ എനിക്ക് വേണ്ടി കരുതിയ ആ ദൈവം, ആ ദൈവത്തെ വിട്ട് തെല്ലുപോലും ഞാൻ പിൻവലിയത്തില്ല, പിൻപോട്ട് പോകത്തില്ല. ആ ഒരു ഉറപ്പ് ഉണ്ടോ? ഒന്നുപോലും കുറയാതെ എൻ്റെ അപ്പൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നുപോലും കുറയാതെ. ഈ 3 കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഒന്നുപോലും കുറയാതെ അപ്പൻ തിരികെ തരും. അപ്പോൾ അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. മറക്കണ്ട, ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായിട്ട് വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നേ. ഈ അവസ്ഥ മാറും. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അതെല്ലാം തിരികെ വരും. ഞങ്ങളത് കാണും. നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. എല്ലാ ഞായറാഴ്ചയും 10:30 മുതൽ നമ്മുടെ സഭാരാധനയുടെ ലൈവ് സ്ട്രീമുണ്ട്. നിങ്ങൾക്ക് ഒരു ആരാധന മിസ് ചെയ്യുന്ന പക്ഷം അത് കാണുക. അതുപോലെ ആരാധനയ്ക്ക് വേറെ പോകുന്നവർക്ക് പിന്നീട് സമയമനുസരിച്ച് കാണുവാൻ കഴിയും. ചാനലിലുണ്ട്, കാണുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കട്ടെ. എന്നാ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, ഇവർ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അടിയനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അല്ല, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. 2 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യത്തിൽ ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, ഇപ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലിരുന്ന് ഇവരെ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. താങ്ക് യു ലോർഡ്. ആ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പച്ചൻ അടുത്തുണ്ട്, സൗഖ്യമാകും. പരിഹാരം വരുത്തുകയാണ്. ആ വസ്തു കച്ചവടം നടക്കാതെ ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദരി സഹോദര വച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് വഴി തുറക്കുക, തടസ്സം മാറുക. വസ്തുവിൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും വിട്ടുമാറുക. വിറ്റ് നീ ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ, വീട് വാങ്ങുവാൻ, വസ്തു വാങ്ങുവാൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ കച്ചവടക്കാർ വരിക, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. യേശോപ്പാ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയം തകർന്ന കുടുംബജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ. ആഗ്രഹിക്കുന്നത് പോലുള്ള ജീവിതങ്ങൾ ഉണ്ടാകട്ടെ. ഭർത്താവിന് അവിധത്തിലുള്ള മാറ്റം ഉണ്ടാകട്ടെ. ഭാര്യയ്ക്ക് അവിധത്തിലുള്ള മാറ്റം ഉണ്ടാകട്ടെ. എല്ലാ കഷ്ടതകൾക്കും അറുതി ഉണ്ടാകട്ടെ. ഇരട്ടി നൽകി അങ്ങ് മാനിക്കണമേ അപ്പാ. ബാധ്യതകൾ മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. പൈസ കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ അപ്പാ, വഴികളെ തുറക്കണമേ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ഇവരുടെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികൾ കഴിഞ്ഞ് മാറട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഉപരിപഠനം, അഡ്മിഷനുകൾ ലഭിക്കട്ടെ. പഠിപ്പിക്കുവാനുള്ള നന്മകൾ മാതാപിതാക്കളുടെ കരങ്ങളിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളിലേക്കുള്ള വഴികൾ തുറക്കപ്പെടട്ടെ. ജോലികൾ ലഭിക്കട്ടെ. സഹായികൾ ഒരുങ്ങട്ടെ. അമേൻ അമേൻ. വാഹനങ്ങൾ വാങ്ങട്ടെ അപ്പ. വീടുകളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. കർത്താവെ, വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. കർത്താവെ, അങ്ങ് മാനിക്കണമേ. വിദേശത്ത് കടന്നുപോയതിന് ഒത്തവണ്ണമുള്ള ജോലികൾ കിട്ടട്ടെ. ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറട്ടെ. ശമ്പള കുടിശ്ശികൾ ലഭിക്കട്ടെ. യേശോപ്പാ, അങ്ങ് പ്രവർത്തിക്കണമേ അപ്പാ. അങ്ങ് പ്രവർത്തിക്കപ്പാ. ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. യേശുവേ, അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. അമേൻ ആമേൻ. വലുതും ചെറുതുമായ കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അമേൻ. കടകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പറങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇതവരുടെ അത്ഭുതത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, തിരികെ പ്രാപിക്കലിൻ്റെ ദിവസമാക്കി മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും
വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.